മനസ്സിലാക്കുക. രാത്രിക്കും ഇരുളുള്ളവരല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ക്ലിപ്പിലേക്ക്, 3-ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ വന്നു. സ്തോത്രം, സ്തോത്രം. ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. നിങ്ങൾ ഇരുട്ടുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും. സ്തോത്രം, സ്തോത്രം. വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നമ്മൾ ആരാ? വെളിച്ചത്തിന്റെ മക്കളാണ്, പകലിന്റെ മക്കളാണ്. വെളിച്ചം എന്ന് പറയാൻ ഞാൻ ലോകത്തിന്റെ വെളിച്ചം, കർത്താവിന്റെ മക്കൾ. അങ്ങനെ അങ്ങ് പഠിക്കാം. രാത്രിക്കും ഇരുളിലുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. ഈ ഉറക്കം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതെ എണീറ്റിരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ആത്മീയമായി ഉറങ്ങരുത്. പ്രവാചക പുസ്തകങ്ങൾ പഠിച്ചു വരുമ്പോൾ എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും മറ്റു പല ഭാഗങ്ങളിലും ഉണ്ട്. നാം കാവൽക്കാരാ, ദേശത്തിന്റെ കാവൽക്കാരാ. ഈ എറണാകുളം പട്ടണത്തിന്റെ കാവൽക്കാരനായിട്ട് ദൈവം എന്നെ വെച്ചേക്കുന്നത്. വചനപ്രകാരം പഠിച്ചു വരുമ്പോൾ പലരും ദൈവമക്കളും കാവൽക്കാരാണെന്നുള്ള ബോധം പോലും മറന്നാ പോകുന്നത്. പോത്തുപോലെ കിടന്ന് ഉറങ്ങുക. എത്ര സമയം കിട്ടിയാലും ഉറങ്ങിക്കളയുക. ഉറക്കത്തിന് ഞാൻ എതിരല്ല, ഉറങ്ങാൻ നല്ലതാ. പക്ഷെ നമ്മൾ ആത്മീയമായി ഉണർന്നിരുന്ന് ദേശത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യണം. വീട്ടിലെ ആപ്പാടുമൊക്കെ തിന്നിട്ട് ഇങ്ങനെ കയറി കിടന്നുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ദേശത്തിന് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കണം. ദേശത്തിന്റെ കാവൽക്കാരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അനർത്ഥം വരുമ്പോൾ, വാള് വരുമ്പോൾ ദേശത്തോട് നിലവിളിക്കണം. അങ്ങനെയുള്ള ദൈവമക്കൾ ഉള്ളിടത്ത് അനിഷ്ട സംഭവങ്ങളും പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ദൈവം മാറ്റിക്കളയും. എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ആ വിഷയത്തിൽ. എന്ത് പ്രശ്നം വന്നാലും ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നവർ ഉണ്ടെങ്കിൽ ആ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് സത്യവേദ പുസ്തകം നല്ല വ്യക്തമായി പഠിപ്പിക്കുന്നു. ഊഹാപോഹമല്ല ഈ പറയുന്നത്, വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. അബ്രഹാം ദൈവത്തോട് വാദിക്കുന്നൊരു ഭാഗം വേദപുസ്തകത്തിലുണ്ടല്ലോ. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അബ്രഹാം ദൈവത്തോട് പറയുന്ന ആ ഭാഗം ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അതിൽ നിന്ന് ഞാൻ ആത്മീയമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനിടയായിത്തീർന്നു. നീ പട്ടണം നശിപ്പിക്കുന്ന വിഷയം വന്നപ്പോ 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ദൈവം ക്ഷമിക്കും. 26-ാം വാക്യമാണ്. ഹല്ലേലൂയ. അബ്രഹാമും ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ് ഇവിടെ കാണുന്നത്. ദുഷ്ടനെയും നീതിമാനെയും തമ്മിൽ സംഹരിക്കുമോ എന്ന് അബ്രഹാം ചോദിക്കുക. 50 നീതിമാന്മാരുണ്ടെങ്കിൽ അതിനെ സംഹരിക്കുമോ? 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ സ്ഥലത്തോട് ക്ഷമിക്കില്ലയോ? അബ്രഹാം ചോദിക്കുക. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടന്മാരോടുകൂടി നീതിമാനെ നീ കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തെ ഒന്നാകെ നശിപ്പിക്കയില്ല, അവരോട് ക്ഷമിക്കുമെന്ന് അരുളി ചെയ്തു. 50 പറഞ്ഞ് അവസാനം 45 40 30 20 10 10 പേരെ അവിടെ കാണുമോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. വെളിച്ചത്തിന്റെ മക്കൾ ദേശത്തിന്റെ കാവൽക്കാരാണ്. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നവരാണ് അവര്. വേദപുസ്തകത്തിന്റെ ABCD മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു വലിയ ക്രൈസ്തവ സമൂഹമായി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം അധപ്പതിച്ചിരിക്കുക. അവരവരുടെ കാര്യം, സ്വന്തം കാര്യം. ഇന്നലെ പോയ സ്ഥലത്തൊരു പാസ്റ്റർ പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടം തോന്നി. എല്ലാവരും അവനവന്റെ കാര്യം എത്രയും നോക്കുന്നു, കർത്താവിന്റെ കാര്യം നോക്കാൻ ആരുമില്ല. ആത്മീയ കാര്യങ്ങൾ ഉത്സാഹമുള്ളവരാരുമില്ല. അവരവർക്ക് 3 നേരം തീറ്റ കിട്ടുമോ നോക്കി തിന്ന് തൂച്ചിങ്ങനെ നടക്കുക. അവസാനം നശിച്ചു പോകും, വേറെ കുഴപ്പമൊന്നുമില്ല.
നരകാഗ്നി പോയി വീട് കിടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, കർത്താവേ, ഞാനൊരു വിശ്വാസിയായി ഭൂമി ജീവിച്ചപ്പോൾ ഞാൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് കട്ടം അനുഭവിക്കുന്നു. ആശ്വസിച്ചു കൊള്ളുക, അത്രേ ഉള്ളൂ. വേറെന്താ വഴി? ഞാനീ പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ദൈവമക്കൾ മനസ്സിലാകണം. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ, നമ്മൾ ദേശത്തിന്റെ കാവൽക്കാരാ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇരുണ്ട് കിടക്കുന്ന ഈ ഭൂഖണ്ഡത്തെ, ഈ 260 രാഷ്ട്രങ്ങളിലും ഇരുണ്ട് കിടക്കുന്ന ഈ ഗോളത്തെ, ഒന്നുകൂടി പറഞ്ഞാൽ, നീ എൻ്റെ വീട് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം, ഇത് എങ്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അമ്മച്ചി അപ്പച്ചനും കൂടി ഏൽപ്പിച്ചു കൊടുത്തു അങ്ങോട്ട് അവൻ്റെ കയ്യിലേക്ക്, സാത്താൻ്റെ കയ്യിലേക്ക്. അപ്പോൾ ഈ ലോകം ഇരുളായി, സാത്താൻ്റെ അധിപത്യത്തിലായി. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിട്ടിരിക്കുക, ഇരുട്ടിലാക്കിയിട്ടിരിക്കുക. ലോകത്ത് കിടക്കുന്ന മനുഷ്യൻ മുഴുവൻ ആത്മീക കുരുടന്മാരാ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. മോശയുടെ പീഠത്തിലിരിക്കുന്ന ന്യായശാസ്ത്രിമാരും പരീശന്മാരും ന്യായപ്രമാണം പഠിപ്പിച്ച് ജനത്തെ പ്രബുദ്ധരാക്കേണ്ട ആ പ്രിയപ്പെട്ടവരെ എന്തായി മാറി? കടലും കരയും കടന്ന് ഒരുവനെ രക്ഷിച്ച് മതത്തിൽ ചേർത്തിട്ട് അവൻ എന്ത് ചെയ്യുക? ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്ന ശുശ്രൂഷയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നല്ലൊരു ശതമാനം ശുശ്രൂഷകന്മാരും അങ്ങനെയാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്, വേദനയുണ്ട്. ഞാൻ എൻ്റെ തല താഴ്ത്തുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിനുവേണ്ടി ജനത്തെ ഒരുക്കാനോ, സ്വർഗത്ത് പോകാനുള്ള ഉപദേശം പഠിപ്പിക്കാനോ, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ദൈവം നമുക്ക് വേണ്ടി തരുന്നു. അങ്ങോട്ട് പോകണമെന്ന് ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിച്ച് പഠിപ്പിച്ച് ഈ ലോകത്തിൽ വേരിറങ്ങാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് അതിശക്തിയോടെ പഠിപ്പിക്കുന്നവരെഴുന്നേറ്റാൽ മാത്രമേ ഇവിടെ നിന്ന് കുറച്ചു പേരെങ്കിലും സ്വർഗത്ത് പോകാൻ കാണത്തുള്ളൂ. അല്ലെങ്കിൽ മുഴുവൻ നരകത്തിലോട്ട് പോകും. യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനോട് വേലയ്ക്ക് വരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിപ്പരെന്ന് കർത്താവ്. അതാ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. പുതിയ നിയമം പ്രസംഗിക്കുന്ന, ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരാൻ അവിടങ്ങളിലായി പ്രാവിനെ പോലെ കുറുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ എഴുന്നേൽപ്പിക്കും. അവർ വന്ന് പ്രസംഗിച്ച് ദേശത്തെ ഉണർത്തിയെടുക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രാസംഗികർക്ക് കുറവുണ്ടോ? കണ്ടെയ്നർ കണക്കിന് കിടക്കുക. കുറച്ചു പേര് കാശുണ്ടാക്കുന്നു, കുറച്ചു പേര് കസേര വലിപ്പം ഉണ്ടാക്കുന്നു, കുറച്ചു പേര് വെട്ടിപ്പിടിക്കുന്നു, ഏക്കർ കണക്കിന് തോട്ടവും. ഗേഹസിയോട് ഏലീശ ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. ഗേഹസിയെ, നീ എവിടെയായിരുന്നു? ഞാനങ്ങും പോയില്ല. നീ നയമാന്റെ പുറകെ പോകുമ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു. തോട്ടങ്ങൾ സമ്പാദിപ്പാനും നിലങ്ങൾ സമ്പാദിപ്പാനും ലോകത്തിന്റെ ഭൗതികങ്ങൾ നേടിയെടുക്കാനും ഇതാകുന്നുവോ സമയം. ഓ ദൈവമേ, ഇത്രയും നാള് കൈക്ക് വെള്ളം ഒഴിച്ച് നടന്ന ആ ഗേഹസി, അസിസ്റ്റന്റ് പാസ്റ്റർ ഗേഹസി, കുഷ്ഠരോഗിയായി. ഞാൻ എന്തു പറയണം അതിനെക്കുറിച്ച്? എത്ര വേദനാജനകമായ അനുഭവം. ഹല്ലേലൂയ. കരുത്തനായ, ശക്തനായ, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യരുതെന്ന് പറഞ്ഞ ഏലിയാവിൻ്റെ പിറകെ നടന്ന് മഹത്തരമായ ശുശ്രൂഷകൾ കണ്ടും കേട്ടും പഠിച്ച ഗേഹസി എത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് അവൻ പോയി. അതെ, ഇന്ന് ഗേഹസിമാർ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്. എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവവചനം കയ്യിലെടുത്ത് ഭൗതികം സമ്പാദിച്ചുണ്ടാക്കുന്ന ഗേഹസിമാരെ നിങ്ങളിത് കേൾക്കുന്നെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കൊരു വിടുതലിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് പിതാവുമായി.
നമ്മളിപ്പോൾ പറയുന്നത് ഞാൻ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവകാശം കൊടുത്തു. അയ്യോ, കർത്താവിനെ കൈക്കൊണ്ട് ദൈവമകനായി തീർന്നു, കാര്യവും അങ്ങനെയാ. ഞാൻ കർത്താവിനെ കൈക്കൊണ്ടെന്ന് യേശുവിനെ ഇഷ്ടമായി സ്വീകരിച്ചു. പക്ഷെ കർത്താവിനെ കൈക്കൊണ്ടു. കർത്താവ് നിങ്ങളെ കൈക്കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? വിട്ടുപോരും, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളൂ. നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കർത്താവ് നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. ലോകത്തിന്റെ അശുദ്ധി സംഭവിക്കാതെ നീ നിന്നെ സൂക്ഷിക്കണം. ലോകത്തിന്റെ പല കാര്യങ്ങളിൽ നിന്നും അകന്നിരിക്കണം ദൈവമക്കൾ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റാത്തൊരു കാലഘട്ടമായി മാറി. അയ്യോ, എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ എന്നെ തല്ലി കൊല്ലണം ആരെങ്കിലും വന്ന്, പറയാതിരിക്കണമെങ്കിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ലോകത്തിൻ്റെ അശുദ്ധി നമ്മളിൽ വരരുത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യരുത്. നാം ശേഷമുള്ളവരെ പോലെ ഉണർന്നും ഉണർന്നിരിക്കുക, സുബോധമായിരിക്കുക. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ആത്മീയമായ ഉറക്കത്തിലായിരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ സടകുടഞ്ഞ് എഴുന്നേറ്റോണം. ഹല്ലേലൂയ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക, ദേശത്തിന്റെ കാവൽക്കാരായിരിക്കുക. ദേശത്തിന്മേൽ നാശം വരുമ്പോൾ, പകർച്ചവ്യാധികൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് ഭക്തന്മാർ അവിടങ്ങളിലായിട്ട് നിന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ആ പ്രാർത്ഥന കേട്ട് ദേശത്തിന് ദൈവം വിടുതൽ കൊടുക്കും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രമാണത്തിൽ നിലനിൽക്കുന്ന ഭക്തന്മാർ, വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ നിങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ ദേശത്തെ ദൈവം വിടുവിക്കും. തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ചിലപ്പോൾ കത്തിച്ചാമ്പലായാലും നിങ്ങളുടെ ദേശത്തിന് വിടുതലുണ്ട്. കാരണം എന്താ? അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒത്തിരി ചരിത്രങ്ങളോട് എടുത്ത് പറയാൻ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു. അതതിൻ്റെ അർത്ഥം ഇരുട്ട്, ആത്മീയ ഇരുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മീയ ഉറക്കത്തിലായി. ഉറങ്ങുന്നവൻ രാത്രി ഉറങ്ങും. ആത്മീയ അന്ധത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ആത്മീയമായ ഉറക്കത്തിലായി. നല്ല കഠിനമായ ഉറക്കത്തിലാണെങ്കിൽ ഭൂകമ്പം വന്നാലും അറിയത്തില്ല. ആ കൂട്ടത്തിൽ നശിച്ചു പോകും നമ്മൾ. അതുകൊണ്ട് ആ വാക്യം വളരെ ശ്രദ്ധിക്കണേ. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. ആത്മീയ ഉറക്കത്തിൽ കിടക്കുന്നവരൊക്കെ മദ്യപാനമല്ല, ഏത് പാപം ചെയ്യാനും അവർ സന്നദ്ധരാണ്. ഇന്ന് വിശ്വാസികളിൽ നല്ലൊരു ശതമാനം മദ്യപിക്കുന്നവരുണ്ടെന്ന് പല സർവേകളും തെളിയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ചില പാസ്റ്റർമാർ അതിലുള്ളെന്ന് ഓർക്കുമ്പോഴാണ് വേദന. എന്നെ ഞങ്ങളെ ദൈവത്തിനെ പഠിപ്പിച്ച പിതാക്കന്മാരായ ദൈവദാസന്മാർ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും പറഞ്ഞ് ഞാനിവിടെ സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. മദ്യപിക്കുന്നവരും വ്യഭിചാരം ചെയ്യുന്നവരും കോടതിക്കും കേസിനും വഴക്കിന് പോകുന്നവരും ആത്മീയ കുളത്തിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. എന്തുകൊണ്ട് അങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്ന് ചോദിച്ചാൽ, പുതിയ നിയമം എക്സ്പെഷ്യലി അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പഠിപ്പിച്ച് വിശുദ്ധിയുടെ പാന്താവിലേക്ക് നടത്താൻ ശുശ്രൂഷകന്മാരില്ലാതെ പോയി. അതിൻ്റെ അപര്യാപ്തതയാണ് ഇന്ന് ആത്മീയ കൂടത്തിൽ കാണുന്ന ഈ മൂല്യച്യുതിക്ക് കാരണമെന്ന് ദൈവമക്കൾ ഇനിയെങ്കിലും ഗ്രഹിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. നാമോ പകലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവ ചെയ്യും. ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. രക്ഷിക്കപ്പെട്ടത് എന്തിനാ? കർത്താവിൻ്റെ വരവിൻ്റെ ആ പ്രത്യാശ നമുക്ക് കിട്ടാൻ. പ്രത്യാശയുള്ളവനെ കർത്താവിൻ്റെ അറിവ് പോകത്തുള്ളൂ. സൗരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഇവിടെ പറയുന്നുണ്ട് ആ ഭാഗത്ത്. കർത്താവ് അവിടെ അല്ല, സോറി, ഇതിന്റെ മുമ്പത്തെ അധ്യായം, 4-ാം അധ്യായം, 1 തെസ്സലോനിക്കർ 4:13 മുതൽ, സൗരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടി വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ
ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഇതാണ് രക്ഷയുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇല്ലാത്തവൻ വിശ്വാസിയല്ല. ഒറിജിനൽ സാധനവും ഡ്യൂപ്ലിക്കേറ്റ് സാധനവും വിപണിയിൽ കിടന്ന് അരങ്ങ് തകർക്കായി. ഞാനതിനെക്കുറിച്ച് ഒത്തിരി ബോധവാനാണ്. ഫുഡ് ഐറ്റംസ് പോലും കടല, പയറ്, പരിപ്പ് 2-3 ക്വാളിറ്റി ഉണ്ട്. അരി, ഏത് സാധനവും 1, 2, 3 ക്വാളിറ്റി വരെ ഉണ്ട്. ചിലതൊക്കെ 4 ക്വാളിറ്റി വരെ ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നമുക്ക് തന്ന ഈ കോവിഡ് സമയത്ത് നമുക്ക് തന്ന കിറ്റിലുള്ള ആർക്കും വേണ്ടത് ചപ്പും ചവറുമാണ് വാരി കയറ്റിക്കൊണ്ടുവന്ന് തന്നത്. അത് അങ്ങനെ തന്ന് ആ സാധനങ്ങൾ ഇടാനായിട്ട് സഞ്ചിക്ക് പോലും കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് നമ്മുടെ ഭരിക്കുന്ന മഹാന്മാര്. ഇത് ഞാൻ പറഞ്ഞതല്ല, ലോക മനുഷ്യരെല്ലാം പറഞ്ഞതാണ്. ഈ പയറും പരിപ്പും എല്ലാം കൂടി ഇടുന്ന ഒരു കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റിന്റെ പേരിൽ കോടികൾ ഉണ്ടാക്കിയവരാ. കാരണം അത്ര അഴിമതി കൊണ്ട് നിറഞ്ഞു കിടക്കുക. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഒരു രാജാവ് നീതിയോടെ ഭരിക്കും. അതാരാ? 1000 ആണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ രാജ്യത്തെ നീതിയോടെ ഭരിക്കും. അപ്പൊ ഇപ്പോൾ ഉള്ള ഭരണകർത്താക്കളോ അനീതിയുടെ ഭരണകർത്താക്കളാണ്. അതെന്താന്ന് ചോദിച്ചാൽ അതാ ദാനിയേൽ കണ്ട ബിംബത്തെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4 ഭരണ സംവിധാനങ്ങൾ ഈ ലോകത്തെ ഭരിച്ചു. അതിനെക്കുറിച്ചുള്ള മെസ്സേജ് വരുന്നുണ്ട്. 5ാമതൊരു ഭരണം ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല് സാക്ഷാൽ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു വന്ന് ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4 ഭരണ സംവിധാനങ്ങളെ തച്ചുടച്ച് യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമെന്നാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അത് പറയാനായിട്ട് ദൈവപുരുഷനായ ദാനിയേലിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ബാബിലോണ്യ രാജാവ് നെബൂഖദ്നേസർ എടുത്തു വരുത്തി മദ്യവും മാംസവും ഒക്കെ കൊടുത്ത് വളർത്തിയ അവർക്കാർക്കും അതിന് മറുപടി പറയാൻ കഴിയാതെ പോയി. ദൈവപുരുഷനായ ദാനിയേൽ, ദർശനങ്ങളുടെയും വെളിപ്പാടുകളുടെയും ആധിക്യമുള്ള ദാനിയേൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. നമുക്കറിയാം, അതിനുശേഷം രാജാവ് ദാനിയേലിനെയും ശദ്രക്, മേശക്, അബേദ്നെഗോവിനെയും ഒക്കെ അവിടെ വാഴിക്കുന്നുണ്ട്. ഈ സ്വപ്നം കണ്ടിട്ട് അത് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ രാജാവ് എല്ലാവരെയും കൊല്ലാൻ പോകുന്നു. ആ വർത്തമാനം ദാനിയേലിന്റെ ചെവിയിലെത്തി. ദാനിയേൽ ചോദിച്ചു, എന്തിനാ ഞങ്ങളെ കൊല്ലുന്നത്? ഇങ്ങനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം ദൈവത്തിനുള്ളതല്ലേ? സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാ. ഇങ്ങോട്ട് പറ, കർത്താവ് അത് വെളിപ്പെടുത്തി തരുമെന്ന്. ആ വിഷയത്തിന് വേണ്ടി ബാബിലോണ്യ ആ രാജകൊട്ടാരത്തിൽ ഒരു സഭയുണ്ടായിരുന്നു, കുഞ്ഞു സഭ. ആ സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? പാസ്റ്റർ ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ 4 പേരുള്ള ഒരു സഭ. ഈ വലിയ വിഷയം ശദ്രക്, മേശക്, അബേദ്നെഗോയോട് കൂടി പ്രാർത്ഥിക്കാനായിട്ട് ദാനിയേൽ പറയുന്ന ഭാഗം ഇവിടെ കാണാൻ കഴിയും. പ്രാർത്ഥനയിൽ, അപേക്ഷയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അവർ 4 പേര് പ്രാർത്ഥിച്ചു. സ്വപ്നം അർത്ഥം ദാനിയേലിന് വെളിപ്പെട്ടു. വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിപ്പോകാൻ അത് മുഖാന്തരമായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ വിഷയം ആ ദാനിയേൽ കണ്ട ബിംബത്തിന്റെ അർത്ഥമാണ്. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4 സാമ്രാജ്യം ലോകത്തിൽ ആവിർഭവിച്ചു. 4 ഭരണ സംവിധാനങ്ങൾ ഈ ലോകത്തിൽ ആവിർഭവിച്ചു. അവസാന ഭരണ സംവിധാനമാണ് ഡെമോക്രസി, ഇന്ന് കാണുന്ന ജനാധിപത്യം. അതും ഒരു തരി പോലും ഗുണമല്ലെന്നുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കേരളത്തിലെ ഭരണകർത്താക്കളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ജനാധിപത്യവും മനുഷ്യന് ചേരത്തില്ല. ദൈവം തന്നെ അവരെ ഭരിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആ വാക്യം എടുത്തു തരാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യിരെമ്യാവ് പറയുന്ന ഒരു വാക്യാംശമാണ്, യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെയും നേരെയാക്കുന്നത് സ്വാധീനമല്ല. മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടിയും. അപ്പം മനുഷ്യനെ ഭരിച്ച് നേരായ നിലയിൽ നടത്താൻ മനുഷ്യന് കഴിയില്ല. എന്താ കാര്യം? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടി ആയതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനെ ഭരിക്കണം. അർത്ഥം,
കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴേ ഒരു നല്ല സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ലോകത്തുണ്ടാകും. മനുഷ്യനെ ഭരിക്കുന്നു, പിണറായി ഭരിക്കുന്നു, മോദി ഭരിക്കുന്നു, ബൈഡൻ ഭരിക്കുന്നു, ഇനി അടുത്ത് ട്രംപ് ഭരിക്കാൻ പോകുന്നു, ഓരോ രാജ്യങ്ങൾ ഓരോരുത്തർക്ക് ഭരിക്കും. വല്ല ഗുണമുണ്ടോ? അസ്വസ്ഥതകൾ എല്ലായിടത്തും ഉണ്ട്. ഒരു ഭരണകൂടം വേറൊരു ഭരണകൂടത്തെ മറിച്ചിടാൻ അക്ഷാന്ത പരിശ്രമം നടത്തുക. വിശേഷാൽ കിങ്ഡം ഭരണം നടക്കുന്നില്ലേ? ഒരു രാജാവ് മറ്റൊരു രാജാവിനെ കൊന്നിട്ട് ഭരണം നേടിയ രാജ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും പല രാജ്യങ്ങളിൽ ആ ഭരണകൂടത്തെ മറിച്ചിട്ട് വേറെ ഭരണകൂടം കയറാൻ പറ്റുന്നു. കാരണം എന്താ? മനുഷ്യനെ ഭരിച്ചാൽ ഗുണമില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അത് തെളിയിക്കാനായിട്ട് സദൃശ്യവാക്യങ്ങൾ 19 സ്തോത്രം 9 വാക്യത്തിലും അത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. 19 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സദൃശവാക്യം 16:9. സദൃശവാക്യം 16:9. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മനുഷ്യന്റെ ഹൃദയം അവന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അവനോ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന രീതിയിൽ പോകും. അങ്ങനെ മനുഷ്യൻ തന്നിഷ്ടപ്രകാരം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എടാ, ഈ ലോകത്ത് കിടക്കുന്ന ദൈവസഭ ഒഴികെ, ദൈവസഭയിലുള്ള ഒരു നല്ല ശതമാനം അങ്ങനെയല്ലേ, മുഴുവൻ അവരുടെ തന്നിഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ദൈവഇഷ്ടം ചെയ്യാനോ ദൈവ വഴികളിലൂടെ പോകാനോ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കാനോ ആർക്കും നേരമില്ല. ഇവിടെ പെന്തക്കോസ്തുകാർക്ക് പോലും കഴിയുന്നില്ല. പരാജയപ്പെട്ട് കിടക്കുക. അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്നവർ പോലും അവരവരുടെ തന്നിഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവമക്കളെ നിങ്ങൾ നിർത്തിയിട്ട് ദൈവ ഇഷ്ടം ചെയ്യാൻ കഴിയണം. ഈ തെസ്സലോനിക്ക ലേഖനത്തിലെ പ്രധാന ഒരു സബ്ജക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും കുറച്ച് കഴിയുമ്പോൾ. എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നു, എന്നെ ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എങ്ങനെയെന്ന് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം ചെയ്യാതെ നമുക്ക് സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റില്ല. ഇരുട്ടിന്റെ പ്രവൃത്തികളുമായിട്ട് പോയാൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റത്തില്ല. വെളിച്ചത്തിന്റെ മക്കളായി പിതാവിന്റെ ഇഷ്ടം ചെയ്ത് പിതാവിന്റെ ഹിതാനുവർത്തികളായി തീർന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളായാൽ നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയില്ല. ഇതൊക്കെ തറപ്പിച്ച് പറയാൻ ഇവിടെ ആരുമില്ല. അനുഗ്രഹിക്കും, വിടിവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തർ വെടിവെക്കും. ദൈവം അവസാനം വെടിവെക്കും. പ്രമാണം അനുസരിക്കാതെ നമുക്ക് നിത്യതയിലേക്ക് പോകാൻ പറ്റില്ല. അത് ആഴത്തിൽ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് പറയുക. അതുകൊണ്ട് കർത്താവിൻ്റെ ഭരണസീമയിൽ നമ്മൾ ആയിരിക്കണമെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കും. ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന വിഷയം ഇതിനോടനുബന്ധിച്ച് പറയാനുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് യോഹന്നാന്റെ സുവിശേഷം 3:17 മുതലാണ്. ഇത് ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ, ഈ വാക്യം ശ്രദ്ധിച്ചോണേ, 19, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, ദൈവപുത്രനായ യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തികൾ ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ. മനസ്സിലായല്ലോ? ദൈവത്തിന്റെ ന്യായവിധി എന്തുകൊണ്ടാണ് മനുഷ്യന്റെ മേൽ വരുന്നത്? വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് കൊണ്ട്. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്.
കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ ഉപദേശങ്ങളെ നമ്മൾ ലിങ്ക് ചെയ്ത് കോട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുമ്പോൾ ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നു. മനുഷ്യൻ എന്തുകൊണ്ട് ന്യായവിധി വരുന്നു? ദൈവം വെളിച്ചമായി ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനെ സ്വീകരിച്ച് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാത്തത് കൊണ്ട് മനുഷ്യൻ്റെ മേൽ കൊടിയ ന്യായവിധി വരിക. അത് വരാതിരിക്കാൻ സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എനിക്കറിയാം ഒരു കൂട്ടം ജനം മദ്യപാനം മയക്കുമരുന്നെന്നും പറഞ്ഞ് പ്രസംഗം, അതിൻ്റെ ഇടയിൽ കൂടി സുവിശേഷത്തിൻ്റെ 2 വാക്ക്, ബാനർ മുഴുവൻ മദ്യപാനം മയക്കുമരുന്ന്, മദ്യം മയക്കുമരുന്നെന്നും പറഞ്ഞ് ബാനർ എഴുതി വെച്ചിട്ട് ഫേക്ക് ന്യൂസാണ് കൊടുക്കുന്നത് ജനത്തിന്. യഥാർത്ഥ സുവിശേഷ കർത്താവിൻ്റെ ശിഷ്യന്മാരാരും ഈ ചപ്പടി വിദ്യ ഒന്നും ചെയ്തില്ലല്ലോ. അതിനെക്കുറിച്ചൊരു കർത്താവിൻ്റെ ദാസൻ ഒരു പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങ് പിണക്കായി, വട്ടമിടയാൻ തുടങ്ങി. എന്താ കാര്യം? സുവിശേഷം എന്നുള്ളത് മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്ന് പിടിവിക്കുന്നതല്ല. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാ, മാനസാന്തരമാ, വീണ്ടും ജനനമാ. ആ വീണ്ടും ജനനം പെട്ടവനോട് പിന്നെ സുവിശേഷം മദ്യം കുടിക്കേണ്ടത് പറയേണ്ട കാര്യമില്ല, അതുപോലെ അറിയാം. മദ്യപാനവും മയക്കുമരുന്നും മുറുക്കും അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, ഇന്ന് വിട്ടോണം. മുറുക്ക്, മദ്യപാനം, തമ്പാക്ക്, പിന്നെ അങ്ങനെയുള്ള പല ജഡത്തെ സുഖിപ്പിക്കുന്ന സ്വഭാവങ്ങൾ അത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്, അത് സാത്താൻ്റെതാണ്. അത് വിട്ടോണം. ദൈവമക്കൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്, വിശുദ്ധമതികളാണ്. തൃപ്തി വരുത്താത്തതിന് നിന്റെ പ്രയത്നഫലം ചെളിവിടുന്നതിന് എന്തെന്ന് യശയാപ്രവചനത്തിൽ വാക്യമുണ്ട്. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിന്റെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? ഒരു പൈസ പോലും മദ്യപാനത്തിനോ മുറുക്കിനോ പൊടിവലിക്കോ അങ്ങനെയുള്ള യാതൊന്നിനും നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളതല്ല. അത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് വരിക. ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്ന രാത്രി മദ്യപിക്കുന്നു. നാമോ പകലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചയും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക, സുബോധത്തോടെ ജീവിക്കുക. സുബോധം, സുബോധം എന്ന് പറഞ്ഞാൽ എന്താ? പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ഇടപെടുക. ഹല്ലേലൂയ. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് സുബോധം എന്നുള്ളത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ദൈവവചനത്തിലൂടെ പ്രബോധനങ്ങൾ ഏറ്റെടുത്ത് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിലനിന്ന് ജീവിച്ച് പ്രത്യാശയോടെ വിശുദ്ധിയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ് ദൈവമക്കൾ. സുബോധം നഷ്ടപ്പെട്ടവരല്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവവചനം വായിക്കുക, പഠിക്കുക, അതനുസരിക്കുക. സുബോധമുള്ളവരായി ജീവിക്കാൻ കഴിയും. എസ്പെഷ്യലി പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാർ തരുന്ന വചനങ്ങൾ വായിച്ചു പഠിച്ച നല്ല സുബോധമുള്ളവരായി ജീവിക്കുക. ഇത് വായിക്കാതെയും ഇത് പഠിക്കാതെയും ഇത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് സുബോധമില്ലാത്തവർ. അത് മനസ്സിലാക്കിക്കൊള്ളൂ. ഞാനത് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുക. ദൈവം നമ്മെ കോപത്തിനെല്ലാം നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാനത്രേ നമ്മെ നിയമിച്ചത്. നമ്മെ എന്തിനാന്ന് വിളിച്ചത്? നമ്മളെ നിയമിച്ചത് എന്തിനാ? നമ്മെ രക്ഷിച്ചത് എന്തിനാ? നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക, ആത്മരക്ഷ പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ഉദ്ദേശം എന്താ? നിത്യമായ രക്ഷയിലേക്ക് പ്രവേശിക്കുക, നിത്യജീവൻ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ, നിത്യജീവനിലേക്ക് നടത്താനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഇപ്പോൾ ആയുസ് തീരും. 60, 70, 80, 100, 105, 110, 105, 130 വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ ജീവൻ പോകും, നഷ്ടപ്പെടും, കൊണ്ടേ കുടിച്ചിടും. അവരവർ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് ആത്മാവ് യാതനാ സ്ഥലത്തോ വിശ്രാമ സ്ഥലത്തോ പോകും. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ വിശ്രാമ സ്ഥലത്ത്, അല്ലാത്തവരാണെങ്കിൽ യാതനാ സ്ഥലത്ത്. അതാ ലൂക്കോസ് 16 തരുന്ന പഠനം. ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്ന് തീജ്വാലയിൽ കിടക്കുക. ലാസർ അബ്രഹാമിൻ്റെ മടി എന്ന് വിശേഷിപ്പിക്കുന്ന ആ പരദീസയിൽ സന്തോഷം. അത് വിശ്രാമ സ്ഥലത്തിൻ്റെ നിഴലായിട്ട് നമ്മൾ പറയുക. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, കാര്യങ്ങളെ മനസ്സിലാക്കി സുബോധത്തോടെ ജീവിക്കണമേ എന്ന്
കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാൻ അത്രേ നിയമിച്ചിരിക്കും. രക്ഷയെ പ്രാപിക്കാനാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുകയും. ആത്മീയ വർധന വരുത്തണം. നമ്മള് തമ്മിൽ പ്രബോധിപ്പിക്കണം. വിശുദ്ധന്മാർ തമ്മിൽ പ്രബോധിപ്പിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച ദൈവമക്കൾ തമ്മിൽ പ്രബോധിപ്പിക്കണം. ആ പരിശുദ്ധാംശം പ്രാപിക്കാത്തവർക്ക് പ്രബോധിപ്പിക്കാനും കഴിയത്തില്ല. കാരണം വല്ലതൊക്കെ വിളിച്ചു പറയും. ഇന്ന് അഭിഷേകം പ്രാപിക്കാത്തൊരു പാസ്റ്റർമാരായിട്ടിരിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം. പെന്തക്കോസ്ത് കുളത്തിൽ അപകടമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ജ്ഞാനം കൊണ്ടോ ഒന്നും പ്രസംഗിക്കാൻ പറ്റുന്നതല്ല ദൈവവചനം. സ്കൂളിൽ പോകാത്ത പത്രോസ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച പ്രസംഗം അവിടെ ഹൃദയത്തെ തകർത്ത് തരിപ്പണമാക്കി. പൗലൂസിന്റെ പ്രസംഗങ്ങൾ, സ്തെഫാനോസിന്റെ, ഫിലിപ്പോസിന്റെ ശക്തമായ പ്രസംഗങ്ങൾ ജനത്തിന് വലിയ രൂപാന്തരം വരുത്താനിടയായി. ഹല്ലേലൂയ. തമ്മിൽ പ്രബോധിപ്പിക്കുക എന്നുള്ളത് ദൈവജനത്തിന്റെ ഒരു മാറ്റമില്ലാത്ത സത്യമാണ്. സ്തോത്രം.